ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് ബെറ്റ് പിണങ്ങൂടം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ് കേട്ടോ. ഒരു കുറച്ച് ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഈ മേപ്പാടി മുണ്ടക്കയിലൊക്കെ ഈ ഒരു ഡിസാസ്റ്റർ നടന്ന സമയത്തും ഒക്കെ അവിടെ ഇവരുണ്ടായിരുന്നു. ഇവരെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട്. അപ്പം എന്താ പറയുക, നമുക്കൊക്കെ സത്യം ഇവരിങ്ങനെ ഇവരുടെ ഓരോ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു മാനസികാവസ്ഥയാണ്. എങ്ങനെയാണ് ഇവരെ അപ്രീസിയേഷൻ ചെയ്യേണ്ടത്, ഇവർക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരു വ്യക്തിൻ്റെ ഈ സ്റ്റാറ്റസ് കണ്ടപ്പോൾ, ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് കണ്ടപ്പം ഞാൻ ആ വ്യക്തിനെ നേരിട്ട് വിളിച്ചിട്ട്, എനിക്ക് നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരുമോ, എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു 4-5 ദിവസം എന്തായാലും കഴിയും, അതിനിടയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും സമയമല്ല, വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയതിന് ശേഷം ഇട്ടുതരാം, അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കരുത് എന്ന്. അപ്പോൾ ഞാൻ അവരുടെ വട്ടന് വിട്ടു. ഇവർ എന്താ പറയുക, സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവർ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവർ ഈ സേവനം ചെയ്യുന്നത്. നമ്മളെ സ്വന്തം നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇവരെക്കുറിച്ച് നമുക്കറിയാം. പേഴ്സണലായിട്ട് എല്ലാവരെയും അറിയില്ലെങ്കിലും ബെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും നാട്ടിൽ എന്ത് അപകടം നടന്നു കഴിഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അവർ ഓടിയെത്തുന്നു. അവരവരുടെ ജോലിയും അവരുടെ പേഴ്സണലായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരോടി വന്നിട്ട് ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മനസ്സാടായി പോയി. ഇത് നമ്മൾ കണ്ടുപിടിച്ച റോഡ്, ഇത് അതിനല്ല നമ്മൾ ഫസ്റ്റ് എത്തിയത്. പക്ഷേ ഇവർ എവിടെയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നതോ അതല്ലെങ്കിൽ എന്താ പറയുക, എവിടെയെങ്കിലും വലിയ ആളായിട്ട് ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ അവരെ ആരും കാണില്ല. അവരെപ്പോഴും എന്തെങ്കിലും അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ജോലി ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ട് ഇവരിത് ചെയ്യുന്നതല്ല. ഇവരുടെ ഈ ഒരു പോസ്റ്ററിൽ തന്നെ കാണാം, ബെറ്റ് പിണങ്ങോട് ഞങ്ങളുണ്ട് കൂടെ. ഏത് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഇവരെ വിളിക്കാവുന്നതാണ്. ഒരു ലൈൻ കമ്പനി മേലേക്ക് മരം വീണാൽ, ഒരു വീടിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഇടിഞ്ഞൊളിഞ്ഞ് മരോ കല്ലോ പാറയോ വേറെ എന്തെങ്കിലോ മണ്ണോ ഇടിഞ്ഞു വീണാൽ, അതല്ലെങ്കിൽ ഒരു വീട്ടിൽ വെള്ളം കയറിയാൽ, പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ആളില്ലാതെ വന്നാൽ, അതേപോലെ എന്ത് ബുദ്ധിമുട്ട് നടന്നു കഴിഞ്ഞാലും അവിടെ ഇവരുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വന്തം ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനൊരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് എന്നൊക്കെ കേൾക്കുമ്പം അല്ലെങ്കിൽ അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, അവരോടൊരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും തോന്നിപ്പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഇത്രയും ഫോട്ടോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഇവരായിട്ടൊരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസും ആർക്കും അയച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള വീഡിയോസും ഫോട്ടോസും ശേഖരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതല്ല. അതുകൊണ്ടാണ് ഫോട്ടോസൊക്കെ റിപ്പീറ്റ് അടിച്ചിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ
ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഈ ദുരന്തഭൂമിയിൽ ഒരുപാട് ആൾക്കാർ സഹായവുമായിട്ട് ചെല്ലുന്നുണ്ട്. ഒരുപാട് രീതിയിൽ സഹായിക്കേണ്ട കയ്യും മെയ്യും മറന്ന ദിവസങ്ങളോളം അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്നും നിസ്സാരവൽക്കരിച്ചുകൊണ്ടോ അവരാരും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് സഹായത്തിനൊന്നും ഒരു വിലയില്ല എന്നൊന്നല്ല. നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ആൾക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര നമ്മളെ നാട്ടുകാരാണല്ലോ ഇത്രയും ചെയ്യണമെന്നുള്ളൊരു സന്തോഷം കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഇവരുടെ ഒരു സേവനം ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളാരും പുറത്തിറങ്ങണ്ട, അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ വീടുകളിൽ എത്തിച്ചേരും. മരുന്നായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, വേറെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളാരും പുറത്തേക്ക് വരണ്ട, ഞങ്ങളുണ്ട്, ഞങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളായാലും ഇന്ന് പുറത്തുനിന്ന് സാധനം വാങ്ങിക്കൊടുക്കുന്നത്, എന്ത് ഹോസ്പിറ്റൽ കേസ് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഞങ്ങളെ നാടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് ഇവരെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും അവിടെ ആ ദുരന്തം സംഭവിച്ച ആൾക്കാർക്ക് നമുക്ക് ഒന്നും നന്നായി വരട്ടെ എന്നോ നമുക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. എന്നാലും എല്ലാവർക്കും ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ. അതേപോലെ എന്താ പറയുക, ഈ അപകടം പറ്റിയ ആൾക്കാർ ഒക്കെ പെട്ടെന്ന് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആയിട്ടും റിക്കവറായിട്ട് വരട്ടെ. അതേപോലെ വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്കും ഒക്കെ പെട്ടെന്ന് വീടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഇതുപോലൊരു ദുരന്തം എവിടെ ആർക്കും സംഭവിക്കാണ്ടിരിക്കട്ടെ. ലോകത്ത് ഒരിടത്തും ഒരാൾക്കും ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാതെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരിക്കാനുള്ളൊരു ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.